പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, വേറെ ഒന്നും ഉണ്ടല്ല. സോ ഇന്നത്തെ വീഡിയോ ആയിട്ട് വരാൻ കാരണം വേറെ ഒന്നുമില്ല. ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റ സമയത്ത് ഞാൻ ആദ്യം ഫോണൊന്ന് എടുത്തു. ആ സമയത്ത് ഞാൻ ഇന്ന് യൂട്യൂബിൽ ഫസ്റ്റ് ടൈം കണ്ട വീഡിയോസാണ്. ന്യൂസ് ചാനലാണ് ഞാൻ ആദ്യം തന്നെ രാവിലെ എണീക്കുമ്പോൾ കാണുക. കാരണം പ്രഭാത വാർത്ത കേട്ടതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുക, ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുക. അപ്പോൾ രാവിലെ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു വീഡിയോസ് കണ്ടു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വേറെ ഒന്നല്ല, നമ്മൾ പൈസക്ക് ആവശ്യമില്ലാത്തൊരു ആരും ഉണ്ടാവില്ല. പൈസക്ക് എല്ലാവർക്കും പൈസക്ക് ആവശ്യമുള്ള ആളുകൾ മാത്രമാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടാണെങ്കിൽ തിടുക്കത്തിൽ നിന്ന് ആരുടെയെങ്കിലും കുടുംബക്കാരുടെ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും പെട്ടെന്ന് നമുക്കൊരു എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒരു രീതി നമ്മൾ പെട്ടെന്ന് എല്ലാവരും ആശ്രയിക്കും. അത് അങ്ങനത്തെ ഒരു രീതിയാണ് ലോൺ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോൺ ഫെസിലിറ്റീസ് എടുത്തിട്ട് എന്താ പറയുക, നമുക്ക് ആ ചില സമയങ്ങളിൽ നമുക്കിപ്പം പൊതുവേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ജനങ്ങളെ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സുകാരാണെങ്കിൽ കൂടുതലും എന്താ പറയുക സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളെന്താ വെച്ചാൽ ആരുടെയും കടം കിട്ടുമോ എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് പോവുകയും അത് ചിലപ്പോൾ നമുക്ക് ആ കിട്ടാതെ മടങ്ങുകയും അതുപോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മളത് ഈ ലോൺ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇടപഴകുന്ന ആളുകളെ നമ്മൾ അതായത് നിങ്ങൾക്ക് ലോൺ വേണം, അതിന് ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര ശതമാനം കൂടുതലാണ്, എന്നാലും പെട്ടെന്ന് കൂടുതൽ പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ നിങ്ങളെ സമീപിക്കുകയും അതിൽ നിങ്ങൾ ചാടിപ്പോവുകയും അതിൽ നിങ്ങൾ കടക്കണിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഞാനിന്ന് രാവിലെ കണ്ട ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യവസായിയാണ്. അദ്ദേഹം ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 40 ലക്ഷത്തോളം അദ്ദേഹം ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ആ 40 ലക്ഷത്തോളം എടുത്തതിന് ശേഷം ഈ കൊറോണ സമയത്ത് മൂപ്പർക്ക് 40 ഏകദേശം 35 ലക്ഷമാണ് എടുത്തത്. 35 ലക്ഷം എടുത്തതിന് ശേഷം ഏകദേശം 45 ലക്ഷത്തോളം മൂപ്പർക്ക് കൊറോണ സമയത്ത് മൂപ്പർക്ക് വന്നിട്ടുണ്ട്. അത് അടവ് പെൻഡിങ് ഉള്ളത് അടയ്ക്കണം എന്നാണ്. മൂപ്പര് വീട് വെച്ചിട്ടാണ് വീട് വെച്ചിട്ടാണ് മൂപ്പര് ഈ ലോൺ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ മൂപ്പര് ഇത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലോണിൽ ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ ഇന്ന് മൂപ്പര് പറഞ്ഞ ഏകദേശം 90 ലക്ഷം രൂപ അടച്ചാൽ മാത്രമാണ് ഞങ്ങൾക്ക് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടുള്ളൂ. ഞങ്ങൾ കടക്കണിയിലെ അവസ്ഥയിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പേയ്മെൻറ്റ് ഞങ്ങൾ കൊടുക്കില്ല എന്നല്ല, ഞാൻ കുറച്ച് സാവകാശം തരണം. അത് നിയമപരമായിട്ടും അതായത് നമ്മളെ സർക്കാരുകൾ ഇടപെട്ടിട്ട് വേണം. കാരണം സ്റ്റേറ്റ് ബാങ്കിൽ നിന്നാണ് ഈ ഒരു കട എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്താ പറയുക, ആ ഒരു മൂപ്പര് മൈസൂരിൽ നിന്നാണ് ഈ ഇതെടുത്ത് അതിന് ശേഷം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താണ്, കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് ഈ ഒരു ഇത് പറഞ്ഞത്. അപ്പം എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിനെ പറ്റിയൊന്നല്ല പറയാൻ വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ മാക്സിമം ലോണും കാര്യങ്ങളായിട്ട് ആരും പോകാൻ നിൽക്കുക. മാക്സിമം നമ്മളെ മുന്നിൽ ഒരേ ഒരു വഴി മാത്രം, മാക്സിമം എക്സ്പെൻസ് കുറച്ചിട്ട് നമുക്ക് ഇനി മുന്നോട്ട് ജീവിക്കാം. കാരണം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു മുസ്ലിം കാറ്റഗറി പെട്ടതാണ്. അപ്പോൾ ആ മുസ്ലിംസിൽ ഞങ്ങളെ തന്നെ ഭയങ്കര എക്സ്പെൻസാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കോലത്തിലും ഭയങ്കര എക്സ്പെൻസാണ് എല്ലാ കാര്യത്തിലും കേട്ടോ. ഞാൻ കൂടുതൽ അതിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മാക്സിമം ബാക്കിയുള്ളവരെ മുന്നിൽ നമ്മൾ പൊങ്ങച്ചം കാണിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ അങ്ങനെ ജീവിച്ചിട്ട് കുറച്ച് കാലം നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധി തീരുന്ന വരെ നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കടങ്ങൾ വാങ്ങിയിട്ടും അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾ ചൂഷണത്തിന് ഇരവും. അപ്പം അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള എന്നെ അറിയപ്പെടുന്ന ഒരു സുഹൃത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് മിസ്സിങ് ആണ്. അപ്പോൾ അതും എനിക്ക് ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം മിസ്സിങ് ആകാൻ കാരണം ഇതുപോലെ ഓൺലൈൻ തട്ടിപ്പ് ബാങ്കിങ്ങിൽ പെട്ടിട്ട് മിസ്സിങ് ആയെന്നുള്ള ന്യൂസാണ്, ഇൻഫർമേഷനാണ് അവരെ പാരൻസിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അവനെ തപ്പിയിട്ടുള്ള ഇതിലാണ്, അവനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ ഭാഗത്തുള്ള തപ്പിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എങ്ങനെ മിസ്സായത് കാര്യം. അപ്പോൾ അവൻ്റെ ഫാമിലി ഞങ്ങളെ അറിയിച്ചതെന്ന് വെച്ചിട്ടാണ് ചെറിയൊരു ഓൺലൈനായിട്ട് എന്തോ ഗെയിം കളിച്ചിട്ട് പൈസ മിസ്സായി, അങ്ങനെ എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഏകദേശം ഒരു 80,000 രൂപ അവരോട് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ വേറെ സുഹൃത്തിനോട് 2,000, 3,000 അങ്ങനെ പല ആളുകളോട് പൈസ ചോദിച്ചിരുന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ എനിക്കിപ്പോൾ പറയാനുള്ള മാക്സിമം ബാങ്ക് ആയിട്ട് നിങ്ങൾ കളിക്കാതെ നിൽക്കുക. ബാങ്ക് നിങ്ങളെ ജീവിതം
നശിപ്പിക്കും. അതായത് ആവശ്യം വന്നാൽ മാത്രം നമുക്ക് തിരിച്ചടവ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെന്താ ഇതിൻ്റെ ബാക്കിൽ പോവുക. അതല്ലാതെ നമ്മളെന്താ ചെയ്യുക, നമ്മളെ ഇപ്പോഴത്തെ സുഖസൗകര്യം അതല്ലെങ്കിൽ പെട്ടെന്നുള്ള തിടുക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ പലിശയും കൊടുത്ത് എടുക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത്, അതേപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ നല്ല ഇൻഫോർമേറ്റീവായ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.